റേഡിയോ ഇസ്ലാം പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വഖഫ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന, അനുവദിക്കുന്ന നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വത്ത് നൽകുന്നതിനെയാണ് വഖഫ് എന്ന് ഇസ്ലാമികമായി പറയാറുള്ളത്. നമ്മളുടെ നാട്ടിൽ, രാജ്യത്ത് അതിന് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമുണ്ട്, അതിനൊരു നിയമമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ഒരു നിയമത്തെക്കുറിച്ചാണ് ചർച്ചകൾ കൂടുതലായും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിയമത്തെക്കുറിച്ചും നിയമ ഭേദഗതിയെക്കുറിച്ചും ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളതോ അതല്ലെങ്കിൽ തള്ളിക്കളയാവുന്നതോ ആയ നിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇന്ന് നമ്മളുടെ റേഡിയോ ഇസ്ലാം പോഡ്കാസ്റ്റിലൂടെ. നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നജാദ് കൊടിയത്തൂരാണ്. സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും. വലൈക്കും സ്ലാം. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ ഈ വഖഫ് എന്നുള്ള ആ ഒരു സംഗതിക്ക് ഒരു കേന്ദ്രീകൃത സംവിധാനമുണ്ട്, അതിനൊരു ബോർഡുണ്ട്. അപ്പോൾ വഖഫ് എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് നമ്മളുടെ നിയമം നിർവചിക്കുന്നത്? വഖഫിന് നമ്മൾ പ്യുവർലി ലീഗലായിട്ടുള്ള വാക്കുകളല്ലാതെ തന്നെ അതിന് കൊടുക്കുന്നൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണോ ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതുതന്നെയാണ് ഇന്ത്യയിലെ നിയമവും അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മുസ്ലിമായിട്ടുള്ള ഒരാൾക്ക് തൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തു, അത് മുസ്ലിമായിട്ടുള്ള ആൾക്ക് എന്ന് പഴയ നിയമം പറയുന്നില്ല, പുതിയ നിയമം പറയുന്നു, അതിലേക്ക് നമുക്ക് വരാം. അതായത് ഒരാൾക്ക്, ഏതൊരാൾക്കും, ഒരു വ്യക്തിക്ക്, ഏതൊരാൾക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഒരാൾക്ക് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എഴുതി വെക്കുന്നതിന്, അല്ലെങ്കിൽ പറഞ്ഞ് അത് പ്രോപ്പർട്ടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശരിക്കും ലോ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഖഫ് ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്? ഇതിൽ ശരിക്കും നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകൾ ഇതിൽ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. നമുക്ക് അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേസും നമുക്കറിയുന്ന പോലെ വലിയ രണ്ട് സ്ഥാപനങ്ങളാണ്. ഇവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്യുന്നത് വഖഫ് ബോർഡാണ്. ഇത് തന്നെ ഈ സംഗതിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് ഇതിൻ്റെ വ്യാപ്തി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ അനിവാര്യത എന്നുള്ളത്. അപ്പോൾ ഇത് 1954 ആദ്യമായിട്ട് വഖഫ് ബോർഡും അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് അത് 95 ഒരു അമെൻമെൻറ്റ്, ഒരു ആക്റ്റായിട്ട് മാറി വരുന്നു. പിന്നീട് ആ 95 ആക്ടിന് 2013 ഒരു അമെൻമെൻറ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ അതിന് ഒരു ഭേദഗതി കൊണ്ടുവരാനും അല്ലെങ്കിൽ അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയ നിയമം വരാനും വേണ്ടിയിട്ടുള്ളൊരു ബില്ല് വരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ട്രേസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാവും ഇതിനൊരു റെലവൻസ് എന്ന് പറയുന്നത് പാർട്ടീഷനുമായിട്ട് ഇതിന് കൃത്യമായ ബന്ധമുണ്ട്. കാരണം ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ അൺഡിവൈഡഡ് ഇന്ത്യയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഒരു അവിഭക്ത ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതം, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു അഖണ്ഡ ഭാരതം, ആ ഭൂമി നമുക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. അത്രയും വലിയൊരു വാസ്റ്റ് ഭൂമിയിൽ 500ഓളം കൊല്ലം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ഭരിച്ചത് മുസ്ലിങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടുത്തെ മെജോറിറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ റൂളിംഗ് എന്ന് പറയുന്നത് നിയമങ്ങളും മറ്റ് സംഗതികളുമൊക്കെ മുസ്ലിം നിയമങ്ങളും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത്രയും മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ലോസ്, അതായത് എൻ്റെ സ്വത്തിനെ കുറിച്ചുള്ള ഇസ്ലാം എന്താ പറയുന്നത്, അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇസ്ലാം കൃത്യമായിട്ട് ഇൻഹെറിറ്റൻസ് പറയുന്നൊരു മതം കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാം പറയുന്ന മറ്റു രണ്ട് രീതിയാണ്. ഒന്ന്, നമ്മൾ വഖഫ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ വസിയത്തായിട്ട് എഴുതി വെക്കാം എന്നുള്ളതും. ഇതൊക്കെ ഇസ്ലാം അതിനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് മതത്തിനും അതുപോലെ തന്നെ മതകീയമായി അദ്ദേഹം പുണ്യമെന്ന് കരുതുന്ന, ഇപ്പം ഓർഫനേജിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കൂടുതലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വഖഫ് ചെയ്യപ്പെടുന്നത്. ഓർഫനേജസിന് വേണ്ടിയിട്ടും പള്ളികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ എടുത്ത് നോക്കിയ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ വഖഫ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഇസ്ലാം അപ്പം ഇസ്ലാമികമായിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അത്രയും പ്രോപ്പർട്ടീസ് ഇവിടെ
വഖഫ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നിലനിൽക്കുന്നു. സ്വതക്കത്തുൻ ജാരിയ എന്നുള്ള രീതിയിൽ അതിനെ. അപ്പോൾ ഇതിനെ അന്നത്തെ ആളുകളും അതുപോലെ അതിന് ശേഷമുള്ള നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് പുതിയ നമുക്കൊരു ഭരണഘടനയും നമ്മളായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഫോം ചെയ്യുകയും അതിൻ്റെ ഒരു ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റിയാലിറ്റിയെ മറന്നുകൊണ്ട് ഒരിക്കലും അന്നത്തെ ലെജിസ്ലേറ്റീവിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പിന്മുറ, അല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇത്രയും വാസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് വഖഫ് ആയിരുന്നു. അപ്പോൾ ഈ വഖഫിൻ്റെ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ ഇൻറ്റേണായിട്ട്, അതായത് ലോ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് എന്നോട് ഷെയർ ചെയ്തൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഈ ജഡ്ജ് എപ്പോഴും ഒരു അങ്ങനെ ഒപ്പീനിയൻ പറയുമല്ലോ, അതായത് ഈ വഖഫിൻ്റെ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ, സെയിൽ, ഇങ്ങനെ പല രീതിയിൽ ട്രാൻസ്ഫറുകളുണ്ട്. അപ്പോൾ മൂപ്പർ എപ്പോഴും പറയും ഈ വഖഫ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം മനസ്സിലാവണില്ല എന്നുള്ളതല്ല, ജഡ്ജിന് മനസ്സിലാവുന്നില്ല എന്നല്ല മൂപ്പർ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷനും വളരെ വ്യത്യാസം. കാരണം ഇപ്പം ഞാൻ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്യുന്നതോടുകൂടി ആ പ്രോപ്പർട്ടി പിന്നെ അയാൾക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല, അയാൾക്ക് പോലും അവകാശമില്ല. അതിൻ്റെ അർത്ഥം ഇതാർക്കാ പിന്നെ അവകാശം? ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല, മുത്തവല്ലീസിനോ മാനേജേഴ്സിനോ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ബെനഫിഷ്യറീസിന് പോലും ഇത് കൈമാറ്റം ചെയ്യാനോ മറ്റോ പാടില്ല. അപ്പം സപ്പോസ് ഒരാൾ വഖഫ് ചെയ്യുന്നു ഒരു പ്രോപ്പർട്ടി, ഒരു 10 സെൻറ്റ് ഭൂമി വഖഫ് ചെയ്യുന്നു എന്നിട്ട് പറയാണ്, ഓക്കെ ഈ നാട്ടിലെ കുറച്ച് ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും അഗതികൾക്കും അല്ലെങ്കിൽ ഓർഫൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു വഖഫ് ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ ഓർഫൻസിനോ ഈ പറഞ്ഞ അഗതികൾക്കോ ഇത് ഓൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പറഞ്ഞ ആളുടെ മക്കൾക്ക് പറ്റുമോ? ഇല്ല. ഇയാൾ തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബേസിക്കലി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി, വഖഫായിട്ട് എഴുതി വെക്കുന്നതോടുകൂടി അത് ദൈവത്തിലേക്ക് ആണ് സമർപ്പിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ പോകുന്നത് ദൈവത്തിലേക്കാണ്. അപ്പോൾ ദൈവത്തിന് കൊടുത്ത ഒരു പ്രോപ്പർട്ടീനെ പിന്നെ നമുക്കൊന്നും ആർക്കും അതിൽ ഒരു ഓണർഷിപ്പ് ഇല്ലാത്ത രീതിയിൽ ആവുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള എല്ലാ ബെനിഫിറ്റ്സും നാട്ടിൽ ആർക്കും എടുക്കാം എന്നുള്ള രീതിയിലേക്കും വരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ നമുക്ക് ഒരു നിലക്ക് ആലോചിക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് ഐഡിയയിലൊക്കെ ആലോചിക്കുകയാണെങ്കിൽ വളരെ നല്ലതുമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതായത് ഓക്കെ, ഈ വഖഫ് ബോർഡിൻ്റെ ഒരു ഡ്യൂട്ടി എന്തൊക്കെയാണ്? വഖഫ് ബോർഡിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതായത് വഖഫിൻ്റെ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ, ഇതുപോലെ ഇഷ്ടംപോലെ ഭൂമികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ് ഇത് പിന്നീട് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് വഖഫ് മഹലുകളിലും പലയിടത്തും പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അക്കൗണ്ട്സ് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ഇതിനെ മാനേജ് ചെയ്യുക, അതായത് വഖഫ് പ്രോപ്പർട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ലിസ്റ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് അതിൻ്റെ പബ്ലിഷിംഗ് ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത് ഇത് ഇന്നതൊക്കെയാണ് വഖഫ് പ്രോപ്പർട്ടികൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, എന്നിട്ട് ഈ വഖഫ് പ്രോപ്പർട്ടിയെ ബന്ധപ്പെടുന്ന ഒരു ഡീഡ് ഉണ്ടാവും. ഡീഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാക്കിഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് വഖഫ് ബോർഡ് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ആ വഖഫ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കലാണ് ബേസിക്കലി ബോർഡിൻ്റെ ഉദ്ദേശം. മേൽനോട്ടം എന്നും പറയാൻ പറ്റില്ല. ശരിക്കും അതിൻ്റെ ഒരു ഒന്ന് നോക്കി നടത്തൽ എന്നേ പറയാൻ പറ്റുള്ളൂ. മേൽനോട്ടമല്ല. മേൽനോട്ടമാണ് ഇപ്പോൾ പുതിയ ലോ കൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നത്. കാരണം മേലെന്ന് നോക്കുക എന്നുള്ളത് അതല്ല ഉദ്ദേശം. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള, അതിപ്പം അതിൻ്റെ മെമ്പേഴ്സിൻ്റെ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇപ്പം മുസ്ലിം എം പിമാരിൽ നിന്നുള്ള ആളുകളെ മുസ്ലിം എം പിമാർ തന്നെ തിരഞ്ഞെടുക്കുന്ന ശൈലി, അതുപോലെ തന്നെ മുസ്ലിം ലോയിൽ ഐഡിയ ഉള്ള ആളുകളെയാണ് ജഡ്ജസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ ബേസിക്കലി മുസ്ലിംസ് തന്നെ ഫോം ചെയ്യുന്നൊരു ബോർഡുമാണ് അതിനുള്ളത്. അപ്പം ബേസിക്കലി ഇത്രയും വാസ്റ്റായിട്ടുള്ള ഈ വഖഫ് പ്രോപ്പർട്ടീസിനെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിലുള്ള എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് അവരോട് നിന്ന് അക്കൗണ്ട്സ് ചോദിക്കുക, അതിൽ കൃത്യമായ ഇലക്ഷനുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് വഖഫ് ബോർഡിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞത്. ഇപ്പോൾ വന്ന നിയമത്തിലേക്ക് വരാം. ഈ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ല ഇപ്പോൾ വന്ന നിയമമല്ല, ഇപ്പോൾ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോൾ JPCക്ക് വിട്ടിട്ടുള്ള ആ ഒരു ഡ്രാഫ്റ്റ്, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൽ മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷനിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അതായത് വഖഫ് എന്ന വേർഡിന്, അതായത് എല്ലാ ആക്റ്റും നമുക്കറിയാം, മേ ബി ആക്ട് വായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്ന ആൾക്കാർക്കറിയാം, ഏതൊരു ആക്റ്റും തുടങ്ങുന്ന സമയത്ത് സെക്ഷൻ 2 or 3 ആ ആക്റ്റിൽ പറയാൻ പോകുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യും.
അപ്പോൾ ഒരു പുതിയ ആക്ട് വരുമ്പോൾ വഖഫ് ആക്ട് വരുമ്പോൾ വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ആക്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ആക്ടിൽ പറയുന്ന സബ്ജക്ട്സ് എന്നുള്ളത് അത് വായിക്കുന്ന ആളുകൾക്കും പിന്നീട് ഉദ്യോഗസ്ഥർക്കൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതികൾക്കും പിന്നീട് വരുന്ന ജഡ്ജസിനും വക്കീലന്മാർക്കൊക്കെ മനസ്സിലാവാൻ എന്താണ് വഖഫ് എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർഡിനൽ ആയിട്ടുള്ള പോയിൻ്റാണ്. ഇവിടെ വരുന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എനി പേഴ്സൺ എന്ന് പറയുന്നൊരു വേർഡ്, അതായത് ഏതൊരാൾക്കും വഖഫ് ചെയ്യാം എന്നുള്ളിടത്തുനിന്ന് ആ എനി പേഴ്സൺ എന്ന സംഗതി ആ ഒരു വേർഡ് കഴിഞ്ഞിട്ട് ഒരു ക്വാളിഫയർ കൊടുക്കുകയാണ് പുതിയ ആക്ടിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് വായിക്കാം. എനി പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് 5 years ഓഫ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹാവിങ് ഓണർഷിപ്പ് ഓഫ് സച്ച് പ്രോപ്പർട്ടി. അതായത് ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എനി പേഴ്സൺ എന്നുള്ളതിനെ മാറ്റിയിട്ട് മുസ്ലിം, അതല്ലെങ്കിൽ ഈ പ്രാക്ടീസിങ് മുസ്ലിം ആയിട്ടുള്ള ആൾ 5 വർഷത്തോളമായി പ്രാക്ടീസിങ് ആയിട്ടുള്ള അതൊക്കെ വളരെ. അപ്പോൾ ഇതിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്കാണ്, ഇങ്ങനെയുള്ള ആൾ അയാളുടെ മൂവബിൾ അല്ലെങ്കിൽ അതായത് ഈ മൂവബിൾ ഓർ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, മൂവബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. അതായത് ഒന്ന് നമ്മളെ വസ്തുക്കൾ, നമുക്ക് അനക്കാൻ പറ്റാത്ത വസ്തുക്കൾ, അതായത് നമ്മുടെ വസ്തുക്കൾ, വീട്, മറ്റ് സംഗതികളൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടികളാണ്. മൂവബിൾ എന്ന് പറഞ്ഞാൽ ബസ്സോ മറ്റ് സംഗതികളോ കാറോ ഒക്കെ അതും വഖഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏതിനെങ്കിലും ഒന്നിനെ ഏതൊരാൾക്കും വഖഫ് ചെയ്യാമെന്നായിരുന്നു. ഇതിനെ മാറ്റിയിട്ട് ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈമ ഫേസി വായിക്കുന്ന ആൾക്ക് തോന്നും, അതിനിപ്പോൾ എന്താ പ്രശ്നം, കാരണം മുസ്ലിങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്യുള്ളൂ എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. പക്ഷേ ഇതിൽ നമ്മൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മറക്കുന്നു. അതായത് നമ്മളെ ഇന്ത്യ ആണെന്നുള്ളത് മറക്കുന്നു. നമ്മുടെ ഇന്ത്യ BJPയുടെയോ ഫാസിസ്റ്റ് സർക്കാരോ 2014 ഉണ്ടാക്കിയ ഇന്ത്യ അല്ല, ഭാരതമല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഭാരതം എന്ന് പറയുന്നതും ഇൻക്ലൂസീവായിട്ട് കോസ്മോപൊളിറ്റനായിട്ട് വിവിധ മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ പറഞ്ഞ പോലെ റിലീജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നുണ്ടായ ഒരു രാജ്യമാണ്. ഇപ്പം പല ആളുകളും ഒബ്സർവ് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ, തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലൊക്കെ നമുക്കറിയാവുന്ന ഒരുപാട് പള്ളികൾ അതിൻ്റെ സ്ഥലം കൊടുത്തിട്ടുള്ളത് മുൻപത്തെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള അവിടുത്തെ ഭരണാധികാരികളും ഈ പറഞ്ഞ പോലെ ആളുകളുമാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരും ഒക്കെ മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുത്തിരുന്നു. അതും വഖഫ് പ്രോപ്പർട്ടിയാണ്. കാരണം എനി പേഴ്സൺ എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നല്ല ഉദ്ദേശം. അപ്പോൾ അത് പള്ളിയായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ മേ ബി നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അയൽവാസികൾ ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യൻസായിട്ടും ഒക്കെ ഉണ്ടാവും. ഇവരാരെങ്കിലും ഒക്കെ അവിടെ ഒരു ചെറിയൊരു പറമ്പുണ്ട്, എന്നാൽ ഇവിടെ ഒരു ചെറിയ പള്ളി തുടങ്ങാൻ ഞാൻ ആ സ്ഥലം കൊടുക്കുന്നു, നമുക്കൊക്കെ അറിയാവുന്ന മാറ്റർ. ഈ സംഗതി കൊടുക്കുന്ന ആൾ എനി മുസ്ലിം അല്ല, എനി പേഴ്സൺ ആണ്, അതായത് മുസ്ലിം അല്ല. അപ്പോൾ ആ സംഗതി ചിലപ്പോൾ വാക്കാൽ പറഞ്ഞതായിരിക്കും, അവരുടെ മക്കളൊക്കെ അത് ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നാളെ അത് ട്രൈബ്യൂണലിൽ ഒരാൾക്ക് പോയിട്ട് പറയാം അത് വഖഫല്ല, കാരണം പ്രാക്ടീസിങ് മുസ്ലിമിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണല്ലോ നിയമം പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സംഗതി. പിന്നെ പ്രാക്ടീസിങ് ഫോർ 5 years എന്ന് പറയുമ്പം അതും വീണ്ടും അപ്പോൾ ഇങ്ങനെ ബേസിക്കലി അപ്പം ഇത് സ്വാഭാവികമായിട്ടും അത് ചലഞ്ച് ചെയ്യപ്പെട്ടു. ഇനിയും അതിലൊരു മാറ്റം വരും നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് ഫേഷ്യലി വളരെ പ്രശ്നമായിട്ടുള്ള പേഴ്സൺ എന്നുള്ള വാക്കിനെ അപകടകരമായിട്ട് ഡിഫൈൻ ചെയ്യാണ് ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് അടുത്തൊരു അമെൻമെന്റ്. പിന്നെ അതിൽ എനിക്ക് മേജറായിട്ട് തോന്നുന്നത് ഒരുപാട് സംഗതികൾ അതിലുണ്ട്. അതിൽ ഒരു സെക്ഷൻ 3A 3B 3C എന്ന് പറഞ്ഞൊരു അമെൻമെൻറ്റ് പുതുതായിട്ട് വരുന്നു. അപ്പോൾ അതിൽ കുറേ സംഗതികൾ പറയുന്നുണ്ട്, കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട് വഖഫ് എങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പോൾ അതൊക്കെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ അതിലൊരു 3Bയിൽ സെക്ഷൻ 3Bയിൽ പറയുന്നതൊരു ഫയലിംഗ് പോർട്ടൽ, അത് വഖഫിനെ കുറിച്ചുള്ള ഫയലിംഗ് ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ വഴിയായിരിക്കും. എന്നാൽ അതിൽ സെക്ഷൻ 3KAയിൽ ഒരു സിസ്റ്റത്തിൻ്റെ പേര് വന്നു, വഖഫ് അസസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ രജിസ്ട്രേഷൻ അക്കൗണ്ട്സ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അപ്പം ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒരു വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അയാൾ ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ അല്ല വഖഫ് ബോർഡിന് അറിയിക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക, ഇത്രയേ ഉള്ളൂ. ഇതിന് ഡീഡ് വേണമെന്ന് നിർബന്ധമില്ല. അതായത് റിട്ടേൺ ആയിട്ടുള്ളൊരു ഡീഡ് ഇല്ലെങ്കിൽ പോലും വഖഫിൻ്റെ ആളുകൾ വന്നിട്ട് അവരൊരു സർവേയറെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അവർ വന്ന് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെ ഇത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ് എന്ന് വിലയിരുത്തി അത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അത് വഖഫായി. പക്ഷേ ഇവിടെ പറയുന്നത് ഈ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് സംഗതിയായിട്ട് പറയുന്നത്, ഇപ്പം എനിക്കൊരു വഖഫ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് വഖഫ് ഡീഡാണ്. അപ്പോൾ വഖഫ് ഡീഡില്ലാത്ത വഖഫ് പ്രോപ്പർട്ടീസിൻ്റെ അവസ്ഥ എന്താണ്, രജിസ്റ്റർ ചെയ്യാനേ പറ്റില്ല. അപ്പം ഈ സിസ്റ്റം വരുന്നത്
ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഉഷാറാക്കാൻ വേണ്ടിയിട്ടല്ല, എക്സ്ക്ലൂഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിസ്റ്റം, പുറത്താക്കാൻ വേണ്ടി. അതായത് ഈ ഡീഡുകളില്ലാതെ നിൽക്കുന്ന ഒരുപാട് വഖഫുകളുണ്ട്. അതിനൊക്കെ ഇത് ഒറ്റയടിക്ക് എക്സ്ക്ലൂഡ് ചെയ്യും. അത് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരുപാട് വേറെ കുറേ സ്ഥലങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലക്ടർക്ക് പവേഴ്സ് കൊടുക്കുന്നു. വലിയ ചർച്ചയായിട്ടുള്ളൊരു വിഷയമായിരുന്നു. കലക്ടർക്ക് ഇതിൻ്റെ ഒരു സൂപ്പർവൈസറി പവർ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. വഖഫ് ബോർഡുകളെ കുറിച്ചുള്ള, വഖഫ് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി വഖഫ് ആണോ അല്ലയോ എന്നുള്ള ഡിസ്പ്യൂട്ട് വന്നാൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് പണ്ട് സർവേയർ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് കലക്ടർ, ജില്ലാ കലക്ടർ. അപ്പോൾ ജില്ലാ കലക്ടർ ആരാ? സ്റ്റേറ്റിൻ്റെ മെഷീനറിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഒരു തീരുമാനമെടുക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ കൺട്രോളിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഈ ഫയലിംഗ് സിസ്റ്റവും പോർട്ടലൊക്കെ പാടെ വരുമ്പോൾ മേജർലി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയൊരു ഡൗട്ട് വരുമ്പോഴേക്കും ഇത് പോകുന്നത് വഖഫ് ബോർഡ്, പണ്ട് വഖഫ് ബോർഡിലേക്ക് പോയിരുന്നത് നേരെ പോകുന്ന സ്റ്റേറ്റിലേക്ക്. അപ്പോൾ സ്റ്റേറ്റ് കലക്ടർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു റിലീജിയൻ്റെ അഭ്യുദയകാംക്ഷി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അയാൾക്ക് അയാളുടേതായ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ഇനി കലക്ടറുടെ മേലെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവാം. ആ റൂളിങ് ചിലപ്പം മുസ്ലിംസിന് അനുകൂലമായിട്ടുള്ള റൂളിംഗ് ആയിരിക്കില്ല. അപ്പോൾ പക്ഷേ ട്രൈബ്യൂണൽ, നേരത്തെ പറഞ്ഞ ട്രൈബ്യൂണലും ബോർഡും ഒക്കെ എന്താണ്, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമായതുകൊണ്ട് അവർക്ക് വിശ്വാസമുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് പുറത്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസിങ് വളരെ സ്ട്രോങ് ആവുന്നു എന്നുള്ളതും കൂടി വലിയൊരു വിഷയമാണ്. അതായത് ഇപ്പം അക്കൗണ്ട്സ്, ഈ സംഗതികളുടെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ വഖഫുകളുടെ ഒക്കെ പ്രശ്നങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോട്ടീസും കാര്യങ്ങളും കൊടുത്ത് സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ളൊരു പിടുത്തം ഗവൺമെൻറ്റിന് കിട്ടാനുള്ളൊരു സംവിധാനമായിട്ട് കൂടി ഈ ഓൺലൈൻ സിസ്റ്റത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരു വേള ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ചില സ്വത്തുക്കൾ വഖഫ് സ്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതകൾ ഈ ഒരു അമെൻമെൻറ്റിൻ്റെ പ്രകാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതെ, അങ്ങനെ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ വേറൊരു മേജർ ഒരു സംഗതി എന്ന് പറയുന്നത് വഖഫ്, ഓറൽ വഖഫ്, വാക്കാലെയുള്ള വഖഫിനെ ഇത് ഇല്ലാതാക്കുന്നുണ്ട്. അതായത് അത് ഇനി മുതലില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് ചിലപ്പം തോന്നും, ഓക്കെ ഇപ്പോൾ എല്ലാ രജിസ്ട്രേഷനും നമ്മൾ വളരെ ഡീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ പുതിയ കാലത്ത് ചെയ്യുന്നത്, എന്നാൽ വഖഫും അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇത് റെട്രോസ്പെക്റ്റീവായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഇതിന് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതിന് പ്രശ്നം. അതായത് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് മുമ്പോ ആയിക്കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഈ ആക്ട് ഒന്നും ഇറങ്ങിയത് അറിയാത്ത ഏതെങ്കിലും ഒരു പ്രായമായിട്ടുള്ള ഒരാൾ അയാളുടെ സ്വത്തിൻ്റെ ഇത്ര ഭാഗം വാക്കാൽ മരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു വാക്കാലായിട്ട് പറയാണ് വഖഫായിട്ട് ഞാൻ കൊടുക്കുന്നു. ശരിക്കും നിയമപരമായിട്ടും പഴയ നിയമപ്രകാരവും അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടും ആ വഖഫ് വാലിഡാണ്. പക്ഷേ ഇത് പ്രകാരം എന്താവില്ല, വാലിഡ് ആവില്ല. അപ്പം അങ്ങനെ കൊടുത്ത പ്രോപ്പർട്ടി നമ്മുടെ മൈൻഡിൽ അത് വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കും. നാളെ അത് കേസ് വന്നിട്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറുകയും അത് നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. അപ്പം ഒരു കേസ് പലപ്പോഴും പറയാറുള്ളത്, മുംബൈ നരിമാൻ പോയിൻ്റ് അടുത്താണ് അംബാനിയുടെ വലിയ 3 നില വീട് കിടക്കുന്നത്. അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ കേസ് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ, പക്ഷെ അതൊക്കെ മേ ബി ഓറലി വഖഫാണെങ്കിൽ അതൊന്നും ഇനി ചർച്ചാ വിഷയമേ ആവില്ല. അതൊക്കെ വെള്ളത്തിലായി പോവും. കാരണം ഡീഡോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉള്ളത് മാത്രം നിലനിൽക്കുകയും അല്ലാത്തതൊക്കെ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്യാം എന്നുള്ളത്. ഇത് ഇനി വരാൻ പോകുന്ന സ്വത്തുക്കൾക്കല്ല മുൻകാല പ്രാബല്യം ഉണ്ടാകുന്നതാണല്ലേ മനസ്സിലാകുന്നത്? അതെ, അങ്ങനെ ഒരു പല സ്വത്ത്, അതായത് ആക്ട് മൊത്തം മാറുന്നതോടുകൂടി ഈ പറഞ്ഞ പോലെ പഴയ സ്വത്തുക്കളെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ജെനുവിനിറ്റിയെ ഏത് സമയം വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇപ്പം ഇനി മുൻകാല പ്രാബല്യം എന്നുള്ളത് മാറ്റിയിട്ട് വന്നാൽ പോലും ഒരു വഖഫ് പ്രോപ്പർട്ടി അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നൊരാൾക്ക് കേസ് കൊടുത്താൽ മതി. അത് വീണ്ടും ഡിലേ ആകും. അത് പിന്നെ തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി വരും. അത് ഓറൽ വഖഫാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വലിയൊരു മേജർ പ്രശ്നം പല പാർലമെൻറ്റേറിയൻസും കനിമൊഴി പോലത്തെ ആളുകളൊക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂലെ പോലത്തെ ആളുകളൊക്കെ റേസ് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത്, ട്രൈബ്യൂണലിൻ്റെ ഡിസിഷൻ ഫൈനൽ അല്ല എന്നുള്ളൊരു അപ്പീലബിൾ ആക്കി എന്നുള്ളതാണ്. അതായത് ട്രൈബ്യൂണൽ വരെ എത്തി അത് തീരുമാനമാകുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. എല്ലാ വഖഫ് മാറ്ററും ഹൈക്കോടതിയിലേക്കോ മറ്റു കോടതിയിലേക്കോ ഒന്നും പോയിരുന്നില്ല. അപ്പം അത് മാറിയിട്ട് ട്രൈബ്യൂണലിലെ മാറ്റർ അപ്പീലബിൾ ആവുന്നതോടുകൂടി ഈ കേസ് ഒന്നും നാളെ ഒന്നും നിൽക്കില്ല, അനന്തമായി നീണ്ടുപോവുകയും എപ്പോഴും ഒരാൾക്ക് സാധ്യത റേസ് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഉള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു വഖഫ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അത് വഖഫ്
ബോർഡ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഗസറ്റിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്ത് വന്നാൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ആ 1 വർഷം എന്നുള്ളത് 2 വർഷമാക്കുന്നു. ഇതിൻ്റെ അർത്ഥം വീണ്ടും സമയം കൊടുക്കണം എന്തിന്, ആർക്കെങ്കിലും. അപ്പം ഇഷ്ടംപോലെ ചാൻസസും കൊടുക്കുന്നു. അപ്പോൾ ഇത് ബേസിക്കലി മുസ്ലിംസ് ഇത് ഇൻ എഫക്റ്റ് മേ ബി ഒരാൾ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഫേഷ്യലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഡീല ഉണ്ടാക്കുന്ന സമയത്ത് വഖഫ് നൽകിയിട്ടുള്ള സ്വത്തുക്കൾ കേസിലകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാറുള്ളത് പൂട്ടിയിട് അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകുകയല്ലേ. അതെ അതെ. അപ്പോൾ ഇത് അനന്തമായി നീളുന്ന സമയത്ത് ആ ഒരു സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാനും നശിക്കാനുള്ള സാധ്യതകൾ കൂടി അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപകടമാണല്ലോ അല്ലേ. പിന്നെ അടുത്തൊരു അമെൻമെൻറ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത്, വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുസ്ലിം മത നിയമപ്രകാരം ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിൻ്റെ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിമായ ആളുകളെ എടുക്കണം എന്നുള്ളൊരു തീരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ടോ? അതെ അതെ. അത് ഇതിൽ പറയുന്നത് സെക്ഷൻ 9-ലും 14-ലും ഈ കൗൺസിലും അതുപോലെ തന്നെ വഖഫ് കൗൺസിലും വഖഫ് ബോർഡിലും 2 അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും 2 സ്ത്രീകളായിട്ടുള്ള ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നമുക്ക് ഫേഷ്യലി നിലവിൽ പ്രശ്നമില്ല എന്ന് പറയാം. പക്ഷേ അമുസ്ലിങ്ങൾ, അത് KC വേണുഗോപാൽ പാർലമെൻറ്റിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യം, അതായത് ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിമിനെ നിങ്ങളെ എടുക്കുമോ, അല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ല, വളരെ ഇല്ലോജിക്കലായിട്ടുള്ളൊരു പ്രൊപ്പോസലായിട്ടാണ് നമ്മളെ പക്ഷെ അത് ഇല്ലോജിക്കൽ എന്നല്ല, ഈ പൊളിറ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട പ്രകാരം വളരെ ലോജിക്കലാണ്. അതായത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതും അങ്ങനെ ഒരു കുത്തിത്തിരികൽ എന്നുള്ളൊരു സാധനം കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് ബേസിക്കലി സിമ്പിളാണ്. കാരണം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോടുള്ള വിരോധമല്ല, അവർക്ക് ഇവിടെ നത്തിങ് ടു ഡു വിത്ത് വഖഫ്. അവർക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഇപ്പം സപ്പോസ് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ നമ്മൾ ദേവസ്വം ബോർഡിൽ എടുക്കണമെന്ന് പറയുന്നു വിചാരിക്കാം. എന്താണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ എന്താ ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വല്ല അമ്പലവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അയാൾക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ തന്നെയാണ് ഇവിടെയും. അപ്പം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നത് പകരം ഓക്കെ മേ ബി ഇപ്പം ഒരു ലോ അമെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നുള്ള ആളുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രൊപ്പോസൽസൊക്കെ ആവാം എന്നുള്ളതാണ്. പക്ഷേ ഈ രീതിയിലുള്ള അത് വളരെ ലോജിക്കലാണ്, പ്രൊവോക്കേറ്റീവാണ് എന്നുള്ളതാണ്. ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് കിരൺ റിജിജു പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, മാഫിയ ഭരണം ഇനി സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു മാഫിയ ആയിട്ട് അവർ പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം വഖഫിൻ്റെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല, വഖഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡുകൾ അതിന് വേണ്ടിയിട്ടാണ്. അതായത് വഖഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിലേക്ക് ഡിവസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിലാർക്കും റോളില്ല. അതിന് പേരിന് നമ്മളൊരു മുത്തവല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാനേജറെ അപ്പോയിൻ്റ് ചെയ്യാം. അത് മാനേജറാവാം, ട്രസ്റ്റി ആവാം, ആരാവാം. അതായത് ബേസിക്കലി അയാളായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത്. ഈ മുത്തവല്ലിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് വഖഫ് ആക്ട് പ്രകാരം. അതായത് വർഷാവർഷം കണക്ക് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൺട്രോൾഡ് ആണോ നിലവിൽ? അപ്പോൾ ഇതിൽ മേ ബി നമ്മൾ എക്സെപ്ഷണൽ കേസസിന് നമ്മൾ കണ്ടില്ല എന്ന് എടുക്കാൻ പറ്റില്ല. മേ ബി വലിയ പ്രോപ്പർട്ടികളൊക്കെ, വലിയ ഇൻകം വരുന്ന പ്രോപ്പർട്ടികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഏതൊരു ട്രസ്റ്റിനെ പോലെ, ഏതൊരു മറ്റ് സ്ഥാപനത്തെ പോലെയുള്ള പ്രശ്നം മാത്രമേ, അതല്ലാതെ. അപ്പോൾ ഇവിടെ കിരൺ റിജിജു ഒരു ഒബ്സർവേഷൻ വരുന്ന സമയത്ത്, അപ്പം അതിൻ്റെ ഇത് ഞാൻ ഫുള്ളായിട്ട് വായിക്കാൻ എൻ്റെ അടുത്തില്ല. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഒരു ആക്ട് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ് പറയും. ഈ ഒബ്ജക്റ്റീവ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആക്ട് എന്തിനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് നിലവിൽ ബോർഡിൻ്റെ കൺട്രോൾ ശരിയല്ല, എഫക്റ്റീവ് അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അതിനെ മറികടക്കാൻ ബോർഡിന് കഴിയുന്നില്ല, അതുകൊണ്ട് ലോ നിർബന്ധമായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന അത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് പ്രശ്നം നടക്കുകയാണ്. ഇത് ആകെ മൊത്തം ഇവർ എന്താ പറയുക, ഇത്രയും വലിയ ലാൻഡ് ഓൺ ചെയ്തിട്ട് അതിനൊക്കെ വലിയ തേങ്ങയും കവുങ്ങും ഇൻകം മൊത്തം നേടിയെടുത്തിട്ട് ഇതൊക്കെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാമെന്ന് കൂടി ഇതിനൊരു ഉദ്ദേശമുണ്ട്. അത്രേ ഉള്ളൂ അത്. ഓക്കെ, ഇനി മറ്റേതെങ്കിലും ഒരു അമെൻമെൻറ്റ്? പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു ലീഗൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തൊരു സംഗതി, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മൈനോറിറ്റി റൈറ്റ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മളിതിൽ നോക്കിക്കാണ്ട ഒരു ലീഗൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം സ്വാഭാവികമായിട്ട് ബില്ലാണ്, ആക്റ്റല്ല. അതുകൊണ്ട് തന്നെ ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് തിരിച്ചു പോയി. അത് ഒരു മാറ്റം വരുമോ അല്ലെങ്കിൽ ഇനി അവർ ഷെൽഫ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ അത് ആക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്രിഞ്ച്മെൻ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതായത് മൗലികാവകാശങ്ങൾക്ക് ലംഘനമാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോൾ ആർട്ടിക്കിൾ 25ഉം 26ഉമാണ് മേജർലി അഫക്റ്റ് ചെയ്യുക. അപ്പോൾ 25 നമുക്ക് ഹിജാബ് കേസിലൊക്കെ പറഞ്ഞ അതേപോലെയുള്ള ഒബ്സർവേഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരാൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രൊഫസ് ചെയ്യുവാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു, സബ്ജക്റ്റ് ടു ഹെൽത്ത്, പബ്ലിക് ഓർഡർ അങ്ങനെ പറയും. അപ്പോൾ ഇത് പ്രകാരം ഒരാൾക്ക് വഖഫ് എന്ന് പറയുന്നത് അയാളുടെ മതകീയമായിട്ടുള്ള വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. എൻ്റെ പ്രോപ്പർട്ടി, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടി, ഓക്കെ, എൻ്റെ മരണശേഷം ഇൻഹെറിറ്റൻസിനുള്ളത് അവിടെ വെച്ചിട്ട് ബാക്കി എനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇത് സിമ്പിളാണ്. നമ്മൾ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് നിയമത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന എൻ്റെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുക സ്റ്റേറ്റിന് എടുക്കാം. ഓക്കെ, സ്റ്റേറ്റ് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം ആധുനിക കാലത്ത്. പക്ഷേ അതല്ലാത്തതൊക്കെ എനിക്ക് സ്വന്തമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ എനിക്കത് വിൽക്കാനുള്ള അവകാശം വേണം, എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള അവകാശം വേണം, അല്ലെങ്കിൽ അതെൻ്റെ ഒരു അവകാശമല്ല. അപ്പം ഈ ഒരു അവകാശം മതകീയമാകുന്നതോടുകൂടി അതൊരു വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് മതത്തിൻ്റെ വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അതിലുള്ളൊരു പിടുത്തം എന്ന് പറയുന്നത് ഒരു അഫക്റ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 25ൻ്റെ വയലേഷൻ 1 എസെൻഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസിൻ്റെ വയലേഷനാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടെസ്റ്റൊക്കെ മേ ബി കോടതികളായിരിക്കും കുറച്ചുകൂടി പിന്നീട് കൈകാര്യം ചെയ്യുക. പക്ഷേ പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഗതിയാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പ്രൊവിഷൻസ് വായിച്ചു കഴിഞ്ഞാൽ അത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സംഗതി. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനപ്പുറത്തേക്ക് ലീഗലി നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കേണ്ട ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് 26 പറയുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ആൻഡ് ഹെൽത്ത്, എവ്രി റിലീജിയസ് ഡിനോമിനേഷൻ ഓർ എനി സെക്ഷൻ ദെയറോഫ് ഷാൽ ഹാവ് ദ റൈറ്റ്. എന്നിട്ട് എന്തൊക്കെ റൈറ്റാണ് ഉണ്ടാവുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാണ്. ഫസ്റ്റ്, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. രണ്ടാമത്തത്, ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റർ ഓഫ് റിലീജിയൻ. മൂന്നാമത്തത്, ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നാലാമത്തത് ലാസ്റ്റത്, ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. അതായത് റിലീജിയസ് അഫയേഴ്സിൽ മൈനോറിറ്റീസിന് ഈ പറഞ്ഞ പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും ഹെൽത്തിനും ഒന്നും ഭംഗം വരുത്താത്ത രീതിയിൽ അത് കൃത്യമായിട്ടും ഫുള്ളായിട്ടും മാനേജ് ചെയ്തു പോകുവാനുള്ള എല്ലാവിധ അവകാശങ്ങളും കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 25ഉമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു സെക്ഷനും കൂടിയാണ്. അപ്പോൾ ഒരുപാട് കേസുകൾ നമുക്കറിയാവുന്ന മുമ്പ് കടന്നുപോയ കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകൾ അത് സെറ്റിൽഡ് പൊസിഷനാണ്. അതായത് ഇപ്പം മുസ്ലിംസോ ക്രിസ്ത്യൻസോ അതായത് മൈനോറിറ്റി റിലീജിയൻസിന് അവരുടേതായ സ്ഥാപനങ്ങൾ നടത്താം. അതിൽ എങ്ങനെ വേണമെന്നുള്ളത് അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. മാനേജ്മെൻറ്റിന് ആ കാര്യങ്ങൾ തീരുമാനിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടത്താനുള്ള അവകാശങ്ങൾ, പ്രോപ്പർട്ടി റൈറ്റും അത് നടത്താനുള്ള അവകാശങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഇവിടെ വികസിക്കാൻ പറ്റുള്ളൂ, അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇവിടെയാണ് ഇവർ പിടുത്തം ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ഫുൾ റൈറ്റും അവർ തന്നെ ഇതെങ്ങനെ ഇപ്പോൾ അവർ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക അവരുടെ കാര്യങ്ങൾ, അപ്പോൾ ഞങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും, ഈ ഒരു ലൈനിലാണ് ഈ ആക്ടിൻ്റെ മൊത്തം വേർഡിങ്സ് പോകുന്നത്. അതായത് പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ കുയിന്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു, കാരണം ഇത്രയും കുറേ ലാൻഡ് ഓൺ ചെയ്തിട്ട് അതിങ്ങനെ വെറുതെ കുറേ നടക്കുക, കുറേ നല്ല പ്രോഫിറ്റും കിട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഈ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു സ്ഥാപനം ചെറിയൊരു ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റുമോ? അസൂയ ഞാൻ അങ്ങനെ പറഞ്ഞാൽ, പക്ഷേ ലീഗലി നമ്മൾ നോക്കുന്ന സമയത്ത് ആ അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്നാച്ചിങ്, ആ അവകാശങ്ങളെ തട്ടിയെടുക്കാനുള്ള ഒരു സംഗതിയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കുന്ന തീർച്ചയായിട്ടും സംഗതി. നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. ഇപ്പോൾ ഈ നിയമപ്രകാരം, ഈ ഒരു നിയമമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഭേദഗതി പ്രകാരം ഈ നേരത്തെ പറഞ്ഞല്ലോ അമുസ്ലിമായ 2 ആളുകളെ നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. ആ നിയമനാവകാശം ആർക്കാണ് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ടോ? അത് ആരാണ്? സ്റ്റേറ്റ് ആണോ? അതല്ല ഈ വഖഫ് ബോർഡിൽ തന്നെയുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അത് ഞാൻ മനസ്സിലാക്കുന്നത് നോമിനീസ് ആയിട്ടാണ്, ഗവൺമെൻറ് നോമിനീസ് ആയിട്ടും പ്ലസ് ഇലക്ഷനിലൂടെയാണ് അതിൻ്റെ സെലക്ഷൻ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം അത് ബില്ലായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. സാധാരണ ഇതിൽ അതിൻ്റെ കൂടെ വരുന്ന റൂൾസിലാണ് കൃത്യമായിട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് പറയാം. അപ്പോൾ മുസ്ലിം മെമ്പേഴ്സിനെ എങ്ങനെ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിലുള്ള മറ്റാളുകൾ വോട്ട് ചെയ്യുന്നതോട്, അല്ലെങ്കിൽ MP-മാർ MLA-മാർ അവർ വോട്ട് ചെയ്തിട്ടാണ് നോമിനേഷനും ഇലക്ഷനും അങ്ങനെയൊക്കെ നടന്നിരുന്നത്. നോൺ മുസ്ലിംസിന് വേണ്ടി ആരാ വോട്ട് ചെയ്യുക? അപ്പോൾ നോൺ മുസ്ലിംസിന് വോട്ട് ചെയ്യാൻ പുറത്തുള്ള നോൺ മുസ്ലിംസിന് പറ്റുമോ ഇല്ലയോ? സ്റ്റേറ്റ് ആണോ കൊടുക്കേണ്ടത്? ഇത് ടു ബി ഡിസ്കസ്ഡ് വരേണ്ട ഒരു സംഗതിയാണ്.
ഇപ്പം നിലവിലെ നമ്മുടെ പാർലമെൻറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ്. അതെ അതെ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ സെലക്ഷൻ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം പ്രയാസകരമാകാനുള്ള സാധ്യതയില്ലേ? അതെ അതെ. അതായത് നിലവിൽ ഇവരുടെ പ്രാതിനിധ്യം കുറവാണെങ്കിൽ കൂടി, പക്ഷെ അതിൽ വേറൊരു സംഗതി നമ്മൾ വായിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ്റെ ഒരു കൂടി നിന്നുകൊണ്ടുള്ള ഒരു ഡിഫെൻഡിങ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം നമ്മൾ പണ്ടൊക്കെ മുമ്പത്തെ CAA വന്ന സമയത്ത് നമ്മളത് കൂടുതൽ അനുഭവിച്ചതാണ്. അതായത് മുസ്ലിം പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിച്ചിരുന്നു. അതായത് ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു ET മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉവൈസിയോ മാത്രം ശബ്ദിക്കുന്നു, അത് ശബ്ദം മാത്രമായിട്ട് പോകുന്നു എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഹോപ്പ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ഒപ്പോസിഷൻ അലയൻസ് ഡിഫെൻഡ് ചെയ്യുന്നത്. അതായത് അതായത് അവർക്ക് ഒരുമിക്കാൻ പറ്റുന്ന എന്ത് വിഷയങ്ങളിലും അവർ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ആ ഒരു കുറവ് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്. നമ്മൾ ഒരു ജനാധിപത്യത്തിൽ ശരിക്കും പ്രാതിനിധ്യത്തിന് തന്നെയാണ് പ്രാധാന്യം. കാരണം മുസ്ലിംസ് എത്രയുണ്ടോ അത്രയും പ്രാതിനിധ്യം അവിടെ ഉണ്ടാവണം. അതാണ് ആക്ച്വലി നടക്കേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് മുസ്ലിംസിന് വേണ്ടി മുസ്ലിംസ് മാത്രം വരുന്നൊരു സംവിധാനത്തിനല്ല. അതായിരുന്നു നമ്മൾ ജിന്ന ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എതിർത്ത ഒരു സംവിധാനം അതാണ്. അതായത് ഒരു മുസ്ലിംസിന് വേണ്ടി മുസ്ലിംസ് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുകയും ആ സിസ്റ്റത്തിനെ നമ്മൾ അബാൻഡൺ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ജനറൽ വോട്ടിംഗ് ഒക്കെ നമ്മൾ വരുന്നതും റിസർവേഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഐഡിയ ഓഫ് പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുസ്ലിംസിന് വേണ്ടി മുസ്ലിംസ് വരിക എന്നുള്ളത് മാത്രമല്ല, മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് മെജോറിറ്റി കൂടി സംസാരിക്കുന്ന ഐഡിയ ആണ് ഇന്ത്യയുടേത്. പക്ഷേ ഇന്ത്യൻ ഐഡിയ മാറേണ്ടിയിരിക്കുന്നു എന്ന കൂടി ചർച്ചയുണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് വഖഫിനെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ സുതാര്യമായ രീതിയിലേക്ക് വഖഫിനെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇപ്പോൾ സുതാര്യമല്ല എന്നല്ല, കുറച്ചും കൂടി അമുസ്ലിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ. പലപ്പോഴും മറ്റുള്ള ആളുകൾ വിചാരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ് വഖഫ് എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അതിന് നമുക്ക് എങ്ങനെയാണ് കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റുക? അല്ല, ഇതിൽ ഒന്നിത്രേ ഉള്ളൂ. ഈ ഒരു നമ്മൾ കളക്റ്റീവ് അംനേഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ആളുകൾ കളക്റ്റീവായിട്ട് ഒരു സംഗതിയെ മറക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഈ അംനേഷ്യക്കെതിരെയുള്ള കൂട്ടായ മറവിക്കെതിരെയുള്ള മരുന്ന് എന്ന് പറയുന്നത് കൂട്ടായ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ കൂട്ടായ ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഇത് പരിഹാരമുള്ളൂ. അതായത് നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് മതങ്ങളെ മനസ്സിലാക്കുക, ഇതാണ് രാജ്യമെന്ന് മനസ്സിലാക്കുക, ഇതാണ് ഭരണഘടന പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കൂടുതൽ പറയാന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും നമ്മൾ എല്ലാ വിഷയത്തിലും ഇതുണ്ട്. ഇപ്പം CAA വിഷയമാകുമ്പോൾ പോലും ഏത് വിഷയം വരുമ്പോഴും ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനെയാണല്ലേ എന്നുള്ളൊരു. പക്ഷേ നേരെ മറിച്ച് ഒന്ന് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഇവരുടെ ഈ ആശങ്കകൾക്കുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ആക്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഗതികളെക്കുറിച്ചോ ജസ്റ്റ് ഒന്നൊരാൾ ഒരു 2 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഗൂഗിളിനോട് ചോദിച്ചാൽ തന്നെ ഗൂഗിൾ ഇതിൻ്റെ പകുതി സത്യമെങ്കിലും നമ്മളോട് പറഞ്ഞുതരും. അപ്പം തന്നെ ഇവർക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പം വഖഫ് എന്താ എന്നുള്ളത് ഒരാൾക്ക് വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് നോക്കാം. പക്ഷേ ഇത് ചെയ്യാതെ പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ മാത്രം ഒരാൾ റിസീവ് ചെയ്യുമ്പോൾ, അതിനനുസരിച്ച് ആക്ട് ചെയ്യുമ്പോൾ, അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉള്ളത്. ഇതിലൊരു സംഗതികൾ കൂട്ടി വായിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് സിമ്പിളായിട്ട് ഇതൊരു ആർബിട്രറി അല്ലെങ്കിൽ ഇക്വാളിറ്റിക്കെതിരായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ആക്ട് കൂടിയാണ്. ഇത് നമ്മളിപ്പോൾ US-ലും ഒക്കെ പലയിടത്തും ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ, അതായത് ഡിസ്ക്രിമിനേഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പം US-ൽ നമുക്കറിയാം ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കറുത്ത വർഗ്ഗക്കാരെ വേറെ ട്രീറ്റ് ചെയ്യുന്ന, അപ്പോൾ അതിനെതിരിൽ ഭയങ്കരമായിട്ടുള്ളൊരു ലീഗൽ ജൂറിസ്പ്രുഡൻസ് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത് US എന്നാണ്. ഇങ്ങനെ ഇന്ത്യയിലും ശരിക്കും ഒരു വലിയൊരു ജൂറിസ്പ്രുഡൻസിൻ്റെ സാധ്യത ശരിക്കും തെളിഞ്ഞു. കാരണം CAA വരുന്നു, വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു മതത്തിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ലോ പാസ് ചെയ്യാൻ ഇവരൊരു മടിയും കാണിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ മുത്തലാഖ് വിധികളിൽ എല്ലാത്തിലും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ 15(1) കൃത്യമായിട്ട് ഇതിനെ, അതുപോലെ തന്നെ 14-ലും കൃത്യമായിട്ട് പറയുന്നു എല്ലാവരും ഈക്വൽസ് ആണ്, ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു. റിലീജിയൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേഷനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ചില സംഗതികൾ പറയൂല. അപ്പോൾ ജെൻഡർ ഒന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല, സെക്സ് പറയുന്നതും കൂടി. അപ്പോൾ അങ്ങനത്തെ സ്കോപ്പ് ഉപയോഗിക്കാറുണ്ട് പലരും ലോയിൽ. പക്ഷേ സ്പെസിഫിക് ആയിട്ടൊരു സംഗതിയെ പറഞ്ഞെടുത്ത് പൊതുവെ ആരും അത്ര ധൈര്യം കാണിക്കാറില്ല.
ഇതിനങ്ങനെ കവേർട്ടായിട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. പക്ഷേ ഇവിടെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് ലോ കൊണ്ടുവരുന്നത്. അപ്പം ഇതും CAA പോലെ തന്നെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളൊരു സംഗതി കൂടിയാണ്. അപ്പം ഇത് നമ്മൾക്കിപ്പോൾ ബാക്കി മതങ്ങൾക്കെതിരിലോ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരിലോ വരുന്നില്ല എന്നുള്ളതും മുസ്ലിംസിനെതിരിൽ മാത്രമായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതും സിംപ്ലി ഡിസ്ക്രിമിനേറ്ററി ആണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവസാനം ചോദിക്കാനുള്ളത് പിന്നെ ഈ വഖഫ് മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ള മതങ്ങൾക്കും ഇതേപോലെ ആളുകൾ നൽകിയിട്ടുള്ള സ്വത്തുക്കളുണ്ടാകും, നേരത്തെ പറഞ്ഞതുപോലെ വസ്തുക്കളുണ്ടാകും. ഇതിനെല്ലാം ഒരു കേന്ദ്രീകൃത സംവിധാനം നിയമത്തിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ? നിലവിൽ അങ്ങനൊരു റിലീജിയസ് എൻഡോമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് കേരളത്തിലാണ്, അത് പ്രാബല്യത്തിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരു കേസ്. അതായത് റിലീജിയസ്ലി ഒരാൾ കൊടുക്കുന്ന സംഗതികളെ എങ്ങനെയാണ് അത് അപ്പോൾ അത് ബേസിക്കലി സ്റ്റേറ്റിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ വഖഫ് ബോർഡ് പോലത്തെ ഒരു കേന്ദ്രീകൃത സംവിധാനം മറ്റു മതങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. പക്ഷേ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഗതികളെ മാനേജ് ചെയ്യുവാൻ ഗവൺമെൻറ്റിന് ഒരു നിയമം നിലവിലുണ്ട്. നിയമത്തിൻ്റെ കൃത്യമായ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൂടി ഇത്രയും കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം വേറെ ഇല്ല എന്നാണ്. പക്ഷെ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇത്രയും പയസായിട്ട് ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നൊരു സംവിധാനവും മറ്റു മതങ്ങളിൽ കുറവാണ്, ആപേക്ഷികമായിട്ട് കുറവ്. അപ്പം മതങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും ആളുകൾ കൊടുത്തിട്ടുണ്ട്. മതം എപ്പോഴും വളരെ ആളുകളുടെ ഫസ്റ്റ് പ്രിഫറൻസിലുണ്ടായിരുന്ന സംഗതിയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ മതങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി കൊടുക്കുക, ഇപ്പോൾ പള്ളി നിർമ്മിക്കാൻ കൊടുക്കുക, അമ്പലം ഉണ്ടാക്കാൻ കൊടുക്കുക. അമ്പലം ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾ കൊടുത്ത കേസ് നമുക്ക് ഇഷ്ടം പോലെ നാട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് പണ്ടേ ഉണ്ട്. പക്ഷേ അങ്ങനെ കൊടുത്ത ഒരു പർട്ടിക്കുലർ വസ്തുവിനെ ഗവേൺ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ബോഡി എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളിൽ പോലും എനിക്ക് അറിയില്ല ഉണ്ടോ എന്നുള്ളത്. ഇന്ത്യയിൽ അതൊരു സ്പെഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്ത് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് പല നിയമങ്ങൾക്കും. അതെ അതെ. ഈ നിയമത്തിന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു? അതല്ല ഈ അവതരിപ്പിച്ചതിന് ശേഷമാണോ ഇത്തരത്തിലുള്ള പൊതുജനാഭിപ്രായം സ്വീകരിക്കാറുള്ളത്? അല്ല, സാധാരണഗതിയിൽ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് രണ്ട് രീതിയിൽ ചെയ്യും. ഒന്ന്, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. രണ്ട്, ഈ പറഞ്ഞതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് ഡയറക്റ്റ് റിസീവ് ചെയ്യുക. പ്ലസ് ഒരു ടൈം ലൈൻ, ഒരു 6 months ഒക്കെ ടൈം ലൈൻ കൊടുത്തിട്ട് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് റെസ്പോൺസ് കൊടുക്കാനുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ വക്കീലന്മാർ, ജഡ്ജസ്, ഓഫീസേഴ്സ്, ഇവരുടെ അടുത്ത് നിന്നൊക്കെ ഒപ്പീനിയൻസ് എടുത്തതിന് ശേഷമാണ് ഇത് പാസ്സാക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് അത്തരം പ്രൊസീജിയേഴ്സിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇത് ഒബ്വിയസ്ലി നമുക്ക് പാർലമെൻ്ററി പ്രൊസീജിയർ അവരുടെ റെസ്പോൺസിൽ നിന്ന് തന്നെ മനസ്സിലാവും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് ടേബിളിൽ വെച്ച് നൈസായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയെ ബ്ലോക്ക് ചെയ്ത് അതെ 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 അതേ രീതിയിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ബില്ല് പോലും, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് വരെ കുറച്ച് കാലം മുമ്പ് ഇതിനൊരു ന്യൂസൊക്കെ വരാൻ പോകുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മേ ബി ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാവാം. പക്ഷേ അതല്ല ലോ വിഭാവനം ചെയ്യുന്നൊരു രീതി. കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കൃത്യമായ കൺസൾട്ടേഷൻ വേണം. അത് ഇഷ്ടം പോലെ MP-മാർ അത് ഓൾറെഡി ഒബ്ജക്ഷൻ റേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒബ്ജക്ഷൻ ഒരു ഭാഗത്ത് നിന്ന് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അപ്പുറത്ത് യാതൊരു മടിയുമില്ലാതെ അതേ രീതി തുടരുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. നമ്മളിതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് വഖഫിൻ്റെ ഈ പുതിയ ഭേദഗതി നിയമത്തിൻ്റെ ബില്ലിലെ ഒരു ഭേദഗതിയെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. വഖഫിനെ വളരെ അധികം നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതലായി ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകളെ ഇത് പരിചയപ്പെടുത്താനും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ഉദ്യമത്തിലേക്കാണ് ഇനി നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബില്ലിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ അത് നേരത്തെ പറഞ്ഞതുപോലെ പുറകോട്ട് വലിക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല ഈ JPCക്ക് വിട്ട് ചില ഭേദഗതികളോട് കൂടി അത് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും വഖഫ് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണശേഷവും അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടും പ്രാധാന്യത്തോടു കൂടിയിട്ടും അതേ പരിശുദ്ധിയോട് കൂടിയിട്ടും അതിനെ നമ്മൾ സമീപിക്കാനും തയ്യാറാകേണ്ടതുണ്ട്. റേഡിയോ ഇസ്ലാം പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.